റാസൈമസേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം എല്ലാവരോടും ക്ഷമിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോണത് റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്ന ജാപ്പനീസ് എനിമി TV സീരീസിൻ്റെ സീസൺ 1 അകത്തിലെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും 7ാമത്തെ എപ്പിസോഡിൻ്റെ പാർട്ട് 2 എവിടെയാണ്. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതിനകത്ത് ബാക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യണു. പിന്നെ ഫൈറ്റ് അധികം കാണിക്കില്ല, കാരണം ബാക്ക് സ്റ്റോറി അതിനകത്ത് നീണ്ടു നിൽക്കുന്ന കാരണം ഫൈറ്റ് അധികം കാണിക്കില്ല. അതിനകത്ത് നടന്നത് സിയൂസ് എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഡാമസ് എന്ന് പറഞ്ഞൊരു ഫോം, ആ ഒരു ഫോമിലേക്ക് സിയൂസ് മാറും. കാരണം അത് സിയൂസിൻ്റെ ഫൈനൽ ഫോമാണ്, അത് പവർഫുള്ളാണ്. ആ ഒരു ഫോമിലേക്ക് മാറിയുള്ള ഫൈറ്റാണത്. അത് ആടത്തിൻ്റെ ഒപ്പമാണ് ആ ഫൈറ്റ് നടക്കുന്നത്. ആ ഫൈനൽ ഫോമാണ്. അപ്പോൾ അതിനകത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഫൈനൽ എപ്പിസോഡാണ്, അതായത് ആഡം വിസസ് സിയൂസ് എന്നുള്ള ഫൈറ്റിൻ്റെ ഫൈനൽ എപ്പിസോഡ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ഫൈറ്റ് ഉണ്ട്. സീസൺ 1 മൊത്തം 12 എപ്പിസോഡാണ് ഉള്ളത്. ഇത് 8ാമത്തെ എപ്പിസോഡാണ്. ഇനി 4 എപ്പിസോഡും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു 4 എപ്പിസോഡ് കഴിഞ്ഞാൽ സീസൺ 2 ചെയ്യണോ അതോ പകരം വേറെ ഏതെങ്കിലും ആനിമി, അതായത് മറ്റേ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ ആനിമി ചെയ്യണോ എന്ന് പറയണേ. അപ്പോൾ അധികം പറഞ്ഞില്ല, പിന്നില്ല ഡയറക്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആഡമും സിയൂസും ആ കഴിഞ്ഞ ഫൈറ്റിൻ്റെ കണ്ടിന്യൂ ചെയ്യണതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സീസണിൻ്റെ അഡാമസ് എന്ന് പറഞ്ഞ ഫോം. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇതേ ഒരു ഫോമിലാണ് അവസാനം മാറിയത്. അപ്പോൾ ആഡം ആ ഫൈറ്റിന് വേണ്ടി റെഡിയാണ്. ഈ ആഡമിന് ഒരുപാട് അടി കൊണ്ടുവന്നിട്ടുണ്ട്. സിയൂസ് ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ സിയൂസ് ആഡമിനെ അടിക്കാനായിട്ട് കയറി. ഈ ഒരു അഡാമസ് എന്ന് പറഞ്ഞാൽ സിയൂസിൻ്റെ ഫൈനൽ ടെക്നിക്കാണ്. ഇത് വെച്ചാണ് സിയൂസിൻ്റെ അച്ഛനെ കൊന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവനേക്കാൾ പവർഫുള്ളായിരുന്നു. പക്ഷേ ആഡം അതൊന്നും നോക്കിയില്ല. ആഡം തിരിച്ചൊരെണ്ണം കൊടുത്തു. അതിൻ്റെ ഡിവൈൻ റിഫ്ലക്ഷൻ വെച്ച് അഡാമസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളതിനെ ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ചൊരു അറ്റാക്ക് കൊടുത്തു. അത് സിയൂസിന് നല്ലോണം കൊണ്ടു. പക്ഷേ സിയൂസ് ഒന്നും നോക്കില്ല. അവൻ്റെ ലെഫ്റ്റ് കയ്യിൽ അവൻ്റെ അഡാമസിൻ്റെ ഇച്ചിരി പവർ കൊടുത്തിട്ട് ആഡത്തിന് നേരെ അടിച്ചു. ആഡം അതും റിഫ്ലക്റ്റ് ചെയ്ത് ആഡം തിരിച്ച് ഒരടി സിയൂസിന് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സിയൂസിന് അടി കൊള്ളുന്നില്ല. തെറ്റിപ്പോയി. ആഡത്തിന് അടി കൊള്ളുന്നില്ല. സിയൂസിനാണ് നല്ലോണം അടി പിടിച്ച് കഴുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട് ആഡം. പക്ഷേ സിയൂസ് ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആഡത്തിന് ഒരു അടി പോലും കൊടുക്കാൻ പറ്റില്ല. സിയൂസ് ആണെങ്കിൽ നിന്ന് കോഴിയെ പോലെ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഡം അവനെ അടിച്ച് അവൻ്റെ മോന്ത അടിച്ച് കിറുക്കി വിട്ടു. സിയൂസ് കുറേ പരിശ്രമിച്ചിട്ടും, കുറേയെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ആഡത്തിന് നേരെ ഒരടി പോലും കൊടുക്കാൻ പറ്റിയില്ല. ആഡത്തിൻ്റെ ഡിവൈൻ റിഫ്ലക്ഷനും വോളണ്ടിയറും ഉപയോഗിച്ച് സിയൂസിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നാണ് ആഡം കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു നിമിഷം സിയൂസ് ആടെ അടിച്ച് പെട്ടെന്ന് നോസിൽ നിന്നും പെട്ടെന്ന് ബ്ലീഡ് ആകുമായിരുന്നു. അതെന്താണെന്ന് ആർക്കും അവിടെ മനസ്സിലായില്ല. എല്ലാവരും വിചാരിച്ചു. അങ്ങനെ ഒരുത്തം പറഞ്ഞു ആഡത്തിൻ്റെ നോസിൽ നിന്നും ബ്ലീഡ് ആവുന്നു. പെട്ടെന്ന് ഗോള് കണ്ടിട്ട് ഇതിനെന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ലോക്കി എറിഞ്ഞു. അതവിടെ നടന്നിരിക്കുന്നു. അങ്ങനെ ആഡത്തിൻ്റെ നിന്ന് മൂക്കിന്ന് ചോര വരുന്നു. ഇതിന് കാരണം എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ആഡത്തിൻ്റെ സീസണിൻ്റെ മോന്തുള്ള 2 ഗ്ലാസ് എടുക്കുന്നു. അതിനകത്ത് ഈക്വലായിട്ട് ചോര ഒഴിച്ചെടുക്കുന്നു. ആ ചോരയൊക്കെ 2 പേരുടെ ലിമിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിനപ്പുറം പോവുകയാണെങ്കിൽ, അതായത് ഈ ചോരയുടെ ഇനി അപ്പുറം പോവുകയാണെങ്കിൽ അയാൾ മരിക്കും. ഓരോ അടി ആഡം കൊടുക്കുമ്പോഴും ആഡത്തിൻ്റെ ചോര അനങ്ങും. സിയൂസ് ഓരോ അടി കൊടുക്കുമ്പോഴും സിയൂസിൻ്റെ ചോരയും അവിടെ അനങ്ങും. ഇതിനകത്ത് ആരുടെ ചോര ആദ്യം പുറത്തു പോകണം അയാൾ ആദ്യം തീരും. അത് റിയാലിറ്റിയിൽ സംബന്ധിച്ചിരിക്കും. കുറച്ച് മാക്സും സയൻസൊക്കെയാണ്, അത് നോക്കണ്ട. ഇവിടെ ഡിവൈൻ ആക്സ് ഉപയോഗിച്ചിട്ട് പോലും ആഡത്തിനെ ഒന്നും ചെയ്യാനായിട്ട് സിയൂസിന് പറ്റുന്നില്ല. ഇവരുടെ 2 പേരുടെയും ബ്ലഡ് പുറത്ത് പോകണ പോലെ വന്നിട്ട് തിരിച്ചകത്തേക്ക് പോവുകയാണ്. നമ്മുടെ സിയൂസ് ആണെങ്കിൽ മീറ്റിയോർ ജോബ് അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആഡം തിരിച്ചും കൊടുക്കുന്നുണ്ട്. ശരി, സിഎസ്സിന് നല്ലോണം കിട്ടുന്നുമുണ്ട്. ആഡത്തിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് എല്ലാ നാട്ടുകാരും ആഡം എന്ന് പറയുന്നുണ്ട്. ആഡം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഫ്രെയിമിൽ സിയൂസിനിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചടിച്ച് ഒടുവിൽ സിയൂസിൻ്റെ അല്ലെങ്കിൽ ആഡത്തിൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഡ്രോപ്പ് വീഴുന്നു. അത് ഓവർഫ്ലോ ആവുന്നു. അങ്ങനെ ആഡത്തിൻ്റെ കണ്ണ് അവിടെ വെച്ച് പൊട്ടിപ്പോകുന്നു. അതായത് അവൻ്റെ ഡിവൈൻ റിഫ്ലക്ഷൻ പോകുന്നു. അടുത്ത സെക്കൻഡിൽ സിയൂസിന് ഒരടി അവൻ്റെ മോന്തയ്ക്ക് വന്നിരുന്നു. എന്നാലും കണ്ണ് പോയാലും കുഴപ്പമില്ലെന്ന് കരുതി ആ ഒരു പഞ്ചിങ് ബാഗ് പോലെ ഏറ്റെടുക്കുകയാണ്, അതായത് ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഫൈനലി ആഡം തൻ്റെ ഒരടിയും കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും കൈ കാണിക്കെ ആഡം ഒരു പവർഫുള്ളായിട്ട് തൻ്റെ എല്ലാ ശക്തിയും എടുത്ത് സിയൂസിന് നേരെ, സിയൂസ് അവൻ്റെ എല്ലാ ശക്തിയും എടുത്ത് ആഡത്തിന് നേരെ പഞ്ച് ചെയ്യുന്നു. അവർ തമ്മിൽ മെഷീൻ ഗണ്ണ് പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഡം സിയൂസ് അല്ല, അവരിപ്പോൾ മെഷീൻ ഗണ്ണാണ്. അങ്ങനെ ഒടുവിൽ ആ സിയൂസ് അവിടെ മുട്ടുകുത്തി. ആ ഒരു മുട്ടുകുത്തി നിൽക്കുന്ന നിമിഷം എല്ലാവരും ആഘോഷിച്ചു. എല്ലാ ഗോഡ്സും സങ്കടപ്പെട്ടു. കാരണം
നമ്മുടെ ശിവ അടക്കം വരെ സങ്കടപ്പെടുത്തു. കാരണം അങ്ങനെ സീസ് മുട്ടുകുത്തി. പക്ഷെ അവിടെ ട്വിസ്റ്റ്, നമ്മുടെ ആഡം അനങ്ങാണ്ടിരിക്കുന്നു. ആഡം ഓൾറെഡി മരിച്ചിരിക്കുന്നു. അതറിഞ്ഞിട്ട് ഇവിടെ ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നിശബ്ദരായി. അതിന് സിയൂസ് കണ്ണു തുറക്കുന്നു. എന്നിട്ട് സിയൂസ് പറഞ്ഞു, അവൻ എപ്പോഴേ സറണ്ടർ ആയതാണ്. ഇവിടെ ഇപ്പോഴത്തെ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ആഡത്തിൻ്റെ ചോര കവിഞ്ഞുറങ്ങിക്കഴിഞ്ഞു. ഇവിടെ ആഡത്തിൻ്റെ വോളണ്ടിയറാണെങ്കിൽ ആഡത്തിനെ വിട്ടു പോകുന്നു. ആഡത്തിൻ്റെ ആത്മാവും ആഡത്തിനെ വിട്ടു പോകുന്നു. ആഡത്തിൻ്റെ ആ മരണ ദിവസം വരെ, അല്ലെങ്കിൽ ആ മരണ നിമിഷം വരെ ആഡം ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. എല്ലാവരെയും ചിരിപ്പിച്ച് കണ്ണീരിലാക്കി ആഡം അവിടെ നിന്ന് വിടവാങ്ങുന്നു. ആഡത്തിൻ്റെ മക്കളും അത് കേട്ട് കരയുന്നു. അങ്ങനെ റെക്കോർഡ് ഓഫ് റാഗ്നറോക്കിൻ്റെ ഫൈനൽ ബാറ്റിൽ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമനിലെ സെക്കൻഡ് റൗണ്ടിൽ സിയൂസ് ജയിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഗോളിനടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അവളുടെ പേര് ക്രിസ്റ്റ് എന്നാണ്. ക്രിസ്റ്റ് സെക്കൻഡ് വാൽക്കറിയിലെ ഒരു മെമ്പറാണ്. അവൾ അടുത്ത മെമ്പറിൻ്റെ വോളണ്ടിയറായിട്ടാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഗോൾ പറയുന്നു, നീ അത് കണ്ടില്ലേ എന്ന് പറയുന്നു. പെട്ടെന്ന് ക്രിസ്റ്റിൻ്റെ മോന്ത മാറി. ആ ദൈവങ്ങൾ എൻ്റെ അനീതിനെ കൊന്നു, എനിക്കിപ്പോൾ അതിൽ നല്ല ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് ബ്രൂൺഹിൽഡ് വരെ ബണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇവർ രണ്ടുപേരും ഇപ്പം അവൾക്ക് വേണ്ടി കരയുകയാണ് ബണ്ണ് കയറ്റിക്കൊണ്ട്. പെട്ടെന്ന് ബ്രൂൺഹിൽഡ് ഞെട്ടുന്നു. അത് ഓർത്തിട്ട് ക്രിസ്റ്റും ഗോളും ചോദിക്കണം എന്താ പറ്റിയെന്ന്. ബ്രൂൺഹിൽഡ് തൻ്റെ ഫോണിലെ മെസ്സേജ് അവരെ കാണിച്ചു കൊടുക്കുന്നു. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നു, പൊസൈഡൻ സീക്കിംഗ് കോഡാണ്, സീലിയ കോഡാണ്. പെട്ടെന്ന് ക്രിസ്റ്റിൻ്റെയും ഗോളിനെ പുറകിൽ ഒരു വയസ്സായ മനുഷ്യൻ വന്നിട്ട് മനുഷ്യന്മാരുടെ ലിസ്റ്റിൽ നിന്നും അവനെ തന്നെ അവൻ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നത്, ഈ മാച്ച് എൻ്റേതാണ് എന്നവൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾഡ് യങ്ങസ്റ്റ് മാനാണ്. കോജിറോ സസാക്കി എന്നാണ് അവൻ്റെ പേര്. പക്ഷേ ഇപ്പം ഈ വന്നേക്കണവൻ നല്ല വയസ്സനാണ്. അപ്പോൾ ഗോൾ ചോദിക്കുന്നുണ്ട്, നീയാണോ കോജിറോ സസാക്കി? ഇത്ര കിളവനായല്ലോ നീയൊക്കെ. പെട്ടെന്ന് ബ്രൂണോ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അവളുടെ പാലിൻ്റെ ജഗ്ഗാണെന്ന് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ കോജിറോ സസാക്കി വയസ്സനാണെങ്കിലും ആ പാല് ഒരു തുള്ളി താഴെ വീഴാണ്ട് കൃത്യമായിട്ട് ആ ജഗ്ഗ് എടുത്തിട്ട് ആ പാല് കുടിക്കുന്നു. ഞാൻ നിന്നെ പിടിച്ചു എന്ന് പറഞ്ഞിരിക്കെ അവൻ ആ പാലങ്ങോട്ട് കുടിക്കുന്നു. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ബ്രൂൺഹിൽഡിക്കാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുള്ള ഇവൻ എത്ര ഫാസ്റ്റാണ്. അതിൻ്റെ കണ്ണിലും നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ല, അടുത്ത റൗണ്ട് ഇവനെ തന്നെ ഞാൻ അങ്ങോട്ട് എടുക്കുന്നു. അത് കേട്ടപ്പോൾ കോജിറോ സസാക്കിക്ക് അത്രയ്ക്ക് സന്തോഷം. ഓക്കെ, സോ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.